കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നരസിംഹ ജയന്തി. ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ വിഷ്ണു ഭഗവാൻ കൂടുതൽ ഭക്തനാക്കി മാറ്റിയ പുണ്യദിനമാണ് നരസിംഹ ജയന്തി. വൈശാഖത്തിലെ ശുക്ലപക്ഷ ചതുർദശിയും ചോതി നക്ഷത്രവും ഒന്നിക്കുന്ന ഈ ദിവസം ഇത്തവണ 2025 മെയ് 11 ഞായറാഴ്ചയാണ്. മൃഗീയ വാസനകൾ നശിപ്പിച്ച് സത്പ്രവൃത്തികളിലേക്ക് തിരിഞ്ഞാൽ ഏത് വ്യക്തിക്കും ഉത്തമ മനുഷ്യരായി മാറാനാകും. മനോഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും. ഇതാണ് നരസിംഹാവതാരം നൽകുന്ന സന്ദേശം. ക്ഷിപ്രപ്രസാദിയായ നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ വ്യാഴം, ശനി ഗ്രഹദോഷങ്ങൾ, ദൃഷ്ടിദോഷം ഇവയെല്ലാം അവസാനിക്കും. ജാതകത്തിലെ ശത്രുബാധ, രോഗബാധ, പ്രേതബാധ, വിവാഹ തടസ്സം ഇവ മാറാൻ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയെ പൂജിച്ചാൽ മതി. വ്യാഴാഴ്ചകളിലും നരസിംഹജയന്തി ദിവസവും ചോതി നക്ഷത്രത്തിലും വിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രദർശനം, നരസിംഹമൂർത്തി മന്ത്രജപവും നടത്തുന്നത് ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നശിപ്പിക്കാനും വ്യാപാരത്തിലെയും മറ്റ് കർമ്മരംഗങ്ങളിലെയും എതിരാളികളുടെ ഉപദ്രവങ്ങൾ കുറയുന്നതിനും നല്ലതാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ള ദിവസങ്ങളിലൊന്നായ ഞായറാഴ്ച നരസിംഹജയന്തി വരുന്നതിനാൽ ഈ ദിനത്തിലെ വ്രതാനുഷ്ഠാനം ഇരട്ടി ഫലദായകമാണ്. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നരസിംഹാവതാരം. സിംഹത്തിൻ്റെ മുഖവും മനുഷ്യൻ്റെ ഉടലുമാണ് ഈ അവതാരത്തിൻ്റെ പ്രത്യേകത. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനാണ് ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചത്. കൃതയുഗത്തിലെ ഭഗവാന്റെ 4 അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തെയാണ് നരസിംഹാവതാരം. ശത്രുസംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയാണ് നരസിംഹമൂർത്തി. പ്രഹ്ലാദന്റെ വിളികേട്ട നിമിഷം തന്നെ തൂണുപിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി. ഭഗവാനെ നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം, ആരോഗ്യം, രോഗശാന്തി, പാപനാശം എന്നിവയാണ് ഫലങ്ങൾ. പ്രാർത്ഥിക്കുന്നവരുടെ രക്ഷയ്ക്കെത്തുന്ന നരസിംഹമൂർത്തിയെ പൂജിക്കാൻ ലളിതമായ വഴിപാടുകൾ അനവധിയുണ്ട്. നെയ്വിളക്ക്, തുളസിമാല, ചോതി വഴിപാട് എന്നിവയാണ്. പഞ്ചഭൂതങ്ങളിൽ വായുദേവന്റെ നാളായ ചോതി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാം. കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാൻ പതിവായി ചോതി നക്ഷത്ര ദിവസം നരസിംഹക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ഭവനത്തിലിരുന്ന് നരസിംഹമൂർത്തി പ്രീതികരമായ ഭജനകൾ നടത്തുകയോ ചെയ്യുക. നരസിംഹമൂർത്തി മന്ത്രം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നിസ്സിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. അകാരണ ഭയമകറ്റാനും ദുരിതമോചനത്തിനും ഈ മന്ത്രം പതിവായി 3 തവണയെങ്കിലും ചൊല്ലുന്നത് ഉത്തമമാണ്. നരസിംഹാവതാരം ത്രിസന്ധ്യാനേരത്തായതിനാൽ ആ സമയത്ത് ഭക്തിയോടെ നരസിംഹമൂർത്തി മന്ത്രം ചൊല്ലുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇരട്ടി ബലം നൽകുമെന്നാണ് വിശ്വാസം. ഹരേ ഗുരുവായൂരപ്പ ശരണം.